ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിടുക്കനായിട്ടുള്ള രണ്ട് റെസിപ്പീസുമായിട്ടാണ്. മുട്ട വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ ഇത് രണ്ടും എങ്ങനെ ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇതൊന്ന് പൊങ്ങാൻ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് പൊടിയിൽ ചേർക്കാം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ ഇളം ചൂടുവെള്ളം എടുക്കാം. പക്ഷെ പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. അപ്പം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയേക്കാൾ ഇച്ചിരിയും കൂടി ലൂസായിരിക്കണം, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡും നമുക്ക് ഇതേപോലെ ഓയിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1 മണിക്കൂർ കൊണ്ടൊക്കെ എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ അതിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇനി മസാല റെഡിയാക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും തന്നെ കടിക്കാത്ത രീതിയിൽ വഴറ്റിയെടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ഞാനിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യമേ ഉള്ളി വഴറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ ഞാൻ ഇപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടി ചേർക്കുന്നതിന് മുമ്പ് ചേർക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പം ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 3 മുട്ട പുഴുങ്ങിയത് ചെറിയ പീസായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഒന്ന് തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നല്ലപോലെ മസാല എല്ലാവരുടെയും പിടിച്ചിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പണിയൊന്നുമില്ല. അപ്പോൾ അതേ ഇനി നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തൊന്നും വേണ്ട. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്താൽ മതി. ഒരുപാട് ക്രാക്ക് ഇല്ലാതെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ക്രാക്ക് ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോഴേ അത് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടും. ഒരുപാട് കട്ടിയിൽ ചെയ്യേണ്ട. അതുപോലെ തന്നെ വലിയ ബോൾസ് എടുക്കരുത്. കാരണം ഫ്രൈ ചെയ്യുമ്പോൾ അത് ഡബിൾ സൈസായിട്ട് മാറും. അപ്പോൾ ഏകദേശം ഈ മാവ് വെച്ചിട്ട് ഒരു 10 എണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ അത്രയും ചെയ്തിട്ടുണ്ടാവില്ല, കുറച്ച് വലുപ്പമായി പോയി എൻ്റെത്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 7 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 9 എണ്ണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ചെറിയ സൈസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു മുട്ട നന്നായിട്ട് അടിച്ചതിൽ നമുക്കിതൊന്ന് മുക്കി കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം കവർ ചെയ്യാനായിട്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ആ മാവ് കുഴച്ച് വെക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിതിന് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഏകദേശം ഒന്ന് മുക്കി പൊരിക്കാൻ പറ്റുന്ന അത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, കാരണം ഉള്ളു വേവാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കട്ടിയിലാണ് മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് സമയം എടുക്കും ഇത് ഫ്രൈ ആവാനായിട്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 2-3 എണ്ണമൊക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ എണ്ണയൊന്നും കുടിച്ചിരിക്കുകയൊന്നുമില്ല. അതൊന്ന് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയാൽ മതി. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിഭാഗം കട്ട് ചെയ്തിട്ടുമില്ല. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കാം, മയണൈസ് വെച്ച് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മസാല നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. ഞാനപ്പോൾ ഒരു പാനിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ 3/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി എരിവില്ലാത്തതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ടും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നന്നായിട്ട് വരിക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 3 പുഴുങ്ങിയ മുട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇത് മുട്ടയുടെ മസാല ആയതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കൂടുതൽ ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ മസാല കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറിയുടെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്കിവിടെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്, വറുത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവസാനം വേണമെങ്കിലും തേങ്ങ ചേർക്കാം. പക്ഷേ ആദ്യമേ ചേർക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും നന്നായിട്ട് അത് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. കാരണം കുറേ ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മാവൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ആ മാവൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ മാവുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സിമ്പിളാണ് ഇനി ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വലുപ്പമുള്ള ബോൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വലുപ്പമുള്ളതും അല്ലാത്തതും എടുക്കാം. പക്ഷേ വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുമ്പത്തെ ചിക്കൻ്റെ റെസിപ്പി ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. കണ്ണൂരിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൽമാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മസാല ഒന്ന് മുട്ട വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. ചായക്കടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണിത്. ഞാനിത് യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ട്രൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. മസാല ഒരുപാട് വേണമെന്നില്ല. ഒരു 2 ടീസ്പൂണൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ നോക്കിയാൽ മതി. എന്നിട്ട് അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഇനി അടച്ചു കൊടുക്കണം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അരി അരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് അത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം. നമ്മളിത് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് നെയ്യാണ് ഞാനിവിടെ തടവി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് ലെയർ മേലെ വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വരും. എനിക്കൊരു 25 മിനിറ്റൊക്കെയാണ് വേവാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് വെന്തോ നോക്കാം. അപ്പോൾ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തൊടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടാവും, പക്ഷെ ചൂടാറുമ്പോൾ ശരിയായിക്കോളും. അതുപോലെ തന്നെ ഒരുപാട് മേലെ ഇട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും വേവിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ വേവുള്ളൂ. ഞാനിപ്പോൾ 2 ലെയർ മാത്രം ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബൗളിനകത്തോട്ട് ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അത്ര എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കട്ടിയിലുള്ള മസാല വേണമെന്നില്ല. കാരണം നമുക്ക് ചെറിയൊരു കോട്ടിങ് കിട്ടിയാൽ മതി. അപ്പോൾ ഇത്തിരി ലൂസായിട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുക്കിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല മസാല ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണ വരെ തിരിച്ചു മറിച്ചോട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി നേരമൊന്നും എടുക്കില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡും ഇതേപോലെ തിരിച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യാതെ തന്നെ കൊടുക്കാം. കാരണം അരിമാവിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ തന്നെ. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് കൽമാസും ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതേ ഞാനിത് കട്ട് ചെയ്തത് ഇതേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ഉള്ളിൽ മസാലയും അതേപോലെ തന്നെ പുറത്ത് ഈ ഒരു മസാലയുടെ കോട്ടിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ചിക്കൻ വെച്ചിട്ടുള്ള കൽമാസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ കാണുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.